കലിംഗ് സഭ സുരേഷ് ഗോപി നടത്തി വരുമ്പോൾ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ കലിംഗ് സഭ കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും വാർത്തകളിൽ കലിംഗ് ചർച്ചകൾ നിറയുന്നുണ്ട്. അത് ഗുണമാകുമോ ദോഷമാകുമോ എന്നൊക്കെ അവർ തന്നെ വിലയിരുത്തേണ്ടതാണ്. ഇതിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും എന്ന പരാമർശമാണ് ഈ കലിംഗ് സഭയിൽ, കോട്ടയത്ത് നടന്ന കലിംഗ് സഭയിൽ സുരേഷ് ഗോപി പറഞ്ഞത്. അത് വലിയ രീതിയിൽ അതിനെ എതിർത്ത് അതിനോടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പല കോണിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് നിലവിൽ വന്നാലുടൻ കേന്ദ്ര ദേവസ്വം വകുപ്പ് രൂപീകരിക്കും, എല്ലാ പ്രധാന ക്ഷേത്രങ്ങളും ഏറ്റെടുക്കും. ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. കോട്ടയത്തെ പാലാ മേവട പുറക്കാട് ദേവീക്ഷേത്രം ആൽത്തറയിലാണ് ഈ കലിംഗ് സഭ നടന്നത്. അവിടെ സംസാരിക്കുമ്പോഴായിരുന്നു കേന്ദ്രമന്ത്രി ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്. ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരും എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെ കൊണ്ടുവരും. ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനം നിലവിൽ വരുന്നതാണ്. ഇതോടെ കേന്ദ്രത്തിലൊരു ദേവസ്വം വകുപ്പ് വരും, അതിന് കീഴിലാകും പിന്നീട് ക്ഷേത്രങ്ങൾ. അത് വരാനാകില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി ആ കലിംഗ് സഭയിൽ പറഞ്ഞു. കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകും എന്നതാണ് സുരേഷ് ഗോപി അവിടെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ച കാര്യം. അപ്പോൾ ശബരിമലയെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാകുന്നു, അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് വരുന്നു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണോ കലിംഗ് സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണോ കലിംഗ് സഭ എന്നതൊന്നും നമുക്ക് വ്യക്തതയില്ല. എന്താണ് അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. പക്ഷേ ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും വന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് തിരിച്ചെത്താം. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രം, കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമാക്കിയാലൊന്നുമില്ല. അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ഡിസൈൻ ഉണ്ട്. പക്ഷെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ആ ഫെഡറൽ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള മാർഗം, അതുകൊണ്ടാണ് ഞാൻ വളരെ വളരെ സെൻസിബിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ദ മൊമെന്റ് യൂണിഫോം സിവിൽ കോഡ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്, ദാറ്റ് വിൽ പേവ് ദ പാത്ത് ഫോർ any furtherance of whatever is needed by different communities, different religious segments. അങ്ങനെ ഒരു കാലം ഉടൻ തന്നെ വരുമെന്ന് വിചാരിക്കാമല്ലേ സർ? അതാ പറഞ്ഞത് അമിത്ഷാ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന് മറുപടി രാജ്യസഭയിൽ പറഞ്ഞത് അമിത്ഷാജിയാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, ദോസ്തോ यूनिफॉर्म सिविल कोड आएगा, जरूर आएगा, शुरुआत हुई है. പോയി പ്രസംഗം എടുത്ത് പരിശോധിച്ചു. സർ, യൂണിഫോം സിവിൽ കോഡ് വരുമ്പോൾ ശബരിമലയുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൂടെ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് അതിന്റെ അടിസ്ഥാന നിയമമായി മാറും. പിന്നെ വരാൻ പോകുന്നത് ചിലപ്പോൾ ഹിന്ദു റിലീജിയസ് കൺസോർഷ്യം, ഹിന്ദു റിലീജിയസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള ദേശീയമായ ഒരു സംവിധാനമായിരിക്കും. ഒരു ദേവസ്വം വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതൊക്കെ വരും. അതൊന്നും പാടില്ല എന്ന് ഒരാൾക്കും പറയാനൊക്കത്തില്ല. നിലവിലത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശബരിമല പ്രത്യേക പരിഗണന എടുത്തൊരു കേന്ദ്ര തീർത്ഥാടന കേന്ദ്രമാക്കി. ശബരിമല മാത്രമല്ല, ഒരുപാട് അതുപോലത്തെ ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങൾ. അപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഫെഡറൽ സംവിധാനത്തെ മാനിക്കുന്നത് കൊണ്ടാണ് ആ ഇടപെടൽ ഉണ്ടാകാത്തതെന്ന് സുരേഷ് ഗോപി തന്നെ പറയുന്നത്. അപ്പോൾ ഇതൊരു ഫെഡറൽ സംവിധാനമാണ് രാജ്യത്ത് നിലവിലുള്ളതെന്ന് സുരേഷ് ഗോപിക്ക് അറിയാം, കേന്ദ്രമന്ത്രിക്ക് അറിയാം. പിന്നെ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് വരുമെന്നും പിന്നീട് ഒരു കൺസോർഷ്യം രൂപീകരിക്കുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ എന്നോ എങ്ങനെയൊക്കെയോ നടക്കുമെന്ന് പറയുന്ന മനോരാജ്യം
കലുങ്ക് സഭ വിളിച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് വലിയ ആശയക്കുഴപ്പങ്ങൾക്കിടയാക്കുന്നു. നമുക്കറിയാം ശബരിമല വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമാണ് ഭക്തരെ സംബന്ധിച്ച്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളായാലും കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗം ഒക്കെയുള്ള ക്ഷേത്രമാണ്, വിശ്വാസപരമായി വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അപ്പോൾ അതിന്റെ നിയന്ത്രണം അങ്ങ് കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം. പക്ഷേ അത് ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്നോ നടക്കാനിരിക്കുന്ന ഏതൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ഇതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെയാണ്. അത് വളരെ ആപത്ത് സൂചനയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ നൽകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ 13,000 കുടുംബങ്ങൾ അതിനെ ആശ്രയിക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ ഉള്ള ഒരു ആശങ്ക കൂടി PS പ്രശാന്ത് മാധ്യമങ്ങളോട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കറിയില്ല, പക്ഷെ അപകടകരമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1252 ക്ഷേത്രമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ശബരിമല എന്ന് പറയുന്ന അമ്പലം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അന്നദാതാവാണ്. 600 കോടി രൂപ അവിടെ നിന്ന് കിട്ടുകയാണ്. ആ 600 കോടി രൂപയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് 1251 ക്ഷേത്രങ്ങൾ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. മാത്രമല്ല 14,000-ഓളം കുടുംബങ്ങൾ പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഡയറക്റ്റായും ഏതാണ്ട് 25,000 കുടുംബങ്ങൾ ഇൻഡയറക്റ്റായും ജീവിച്ചു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം കൂടിയാണിത്. അപ്പോ ശബരിമല ഏറ്റെടുത്താൽ കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് പറയുന്നു. എനിക്കറിയില്ല അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന സംവിധാനമാണോ, ഇതൊരു ഫെഡറൽ സംവിധാനമൊക്കെ ആണല്ലോ. ഏറ്റെടുക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ബഹുമാനായ സുരേഷ് ഗോപിയാണ് മറുപടി കൊടുക്കും. പക്ഷെ അങ്ങനെ ശരി, എന്തായാലും ഇതാണ് അദ്ദേഹം പങ്കുവച്ച ആശങ്ക. ഏത് സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന വരുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടി സംസ്ഥാനത്ത് നടക്കുകയാണ്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഈ ചർച്ചകൾ വലിയ രീതിയിൽ സജീവമായിരിക്കുന്നത്. ഇന്നലെ ജി സുകുമാരൻ നായരുടെ ദേശീയ മാധ്യമത്തിൽ വന്ന അഭിമുഖം എന്താണ് NSS ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്നത് വ്യക്തമാക്കുന്നതാണ്. അതിൽ ശബരിമലയിൽ ശക്തമായ നിലപാടെടുത്തു പോകുന്നത് ഇടതുപക്ഷമാണ് എന്ന് ജി സുകുമാരൻ നായർ പറയുന്നുണ്ട്. LDFനെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ BJP ശബരിമലയുടെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തുന്നു. കോൺഗ്രസും സമാനമായ നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല, അവർക്ക് ന്യൂനപക്ഷ വോട്ട് മാത്രം മതി എന്നതാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഇന്നലെ ജി സുകുമാരൻ നായരുടെ ഈ അഭിപ്രായം വന്ന് അത് വലിയ ചർച്ചയാകുന്നതിന് പിന്നാലെ ഇന്ന് വെള്ളാപ്പള്ളി നടേശനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹവും പറയുന്നത് NSS നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ്. NSS എക്കാലവും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുവെന്ന് പറയാനാകില്ല. വിഷയാധിഷ്ഠിതമായാണ് NSS നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെതിരെ NSS കൈക്കൊണ്ട നിലപാട് ശരിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശനും പറയുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ശബരിമല വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെ തിരിച്ചടി നേരിട്ട ഇടതുപക്ഷം അത് മേക്കപ്പ് ചെയ്തിരിക്കുന്നു. പ്രധാന സാമുദായിക സംഘടനകൾ ഇടത് നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ വളരെ പ്രസക്തമാണ്. NSS ജനറൽ സെക്രട്ടറിയെ അദ്ദേഹം കാലൊടിഞ്ഞു കിടന്നപ്പോൾ ആശുപത്രിയിൽ പോയി കാണുന്നതും എല്ലാവരും എതിർത്ത് പറഞ്ഞിട്ടും വെള്ളാപ്പള്ളി നടേശന്റെ ഫംഗ്ഷനിൽ എത്തുന്നതുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളായിരുന്നു. ആ ഇടപെടലുകളാണ് എന്തായാലും ഫലം കാണുന്നത്. ശബരിമല വിഷയത്തിൽ LDFനൊപ്പമാണ് NSSും SNDPയും എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അവിടെ BJP എടുത്ത നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു. BJP ഒന്നും ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് ഞങ്ങൾ സമരത്തിനിറങ്ങി ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണെന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് അതിൽ പങ്ക് പറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായത് എന്ന് NSS പറയാണ്. ഈ സാഹചര്യമൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ശബരിമല വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഈ ഒരു നിലപാട് കൂടി വരുന്നത്. ഇതെങ്ങനെ ചർച്ചയാകും അല്ലെങ്കിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതൊക്കെ അവർ തന്നെ ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഇത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ. പക്ഷേ ഏതൊക്കെ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കും, അതിന് ആരൊക്കെ അനുവദിക്കും, എവിടൊക്കെ ഇത് നടക്കും? അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ, അതും ഒരു തെരഞ്ഞെടുപ്പൊക്കെ മുൻകൂട്ടി വരുന്ന ഘട്ടത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ നടത്തണമോ, അതാണോ അങ്ങനെ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കലാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ അവർ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും സമീപഭാവിയിലൊന്നും എന്തായാലും ഈ സ്വപ്നങ്ങൾ നടക്കാൻ ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ സാധ്യതയുമില്ല എന്ന് മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ.